അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്തയുടെ സമ്പൂർണ്ണ ചരിത്രമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ചാനലിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 12ാം ഭാഗമാണ് ഈ വീഡിയോ. സമസ്തയെ തകർക്കാൻ അന്നത്തെ വഹാബികൾ രാഷ്ട്രീയത്തെ മറയാക്കി നടത്തിയ ആസൂത്രിത നീക്കങ്ങളും അതിനെ തുടർന്ന് 1948 മദ്രാസിൽ വെച്ച് ബഹുമാനപ്പെട്ട ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മലബാർ ഘടകം രൂപീകരിച്ചതും എന്നിട്ടും കേരളീയ മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ കഴിയാഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 1956 കേരള സംസ്ഥാനം രൂപീകരിച്ച ഉടനെ നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുകയും EMS സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. എന്നാൽ 1959 പ്രഥമ സർക്കാരിനെതിരെ തന്നെ വലിയ രീതിയിൽ വിമോചന സമരമുണ്ടാവുകയും EMS സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിടുകയും ചെയ്തു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ബാക്കി കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അങ്ങനെ 1960 കേരളത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയും ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസ് വിജയിച്ചുകൊണ്ട് അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനൊപ്പം കക്ഷി ചേർന്നു. ആ തെരഞ്ഞെടുപ്പിൽ CH മുഹമ്മദ് കോയയും CD സാഹിബും ഉൾപ്പെടെ 11 സ്ഥാനാർത്ഥികൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് വിജയിച്ചു കയറി. പക്ഷേ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് സർക്കാരിൽ പങ്കുപറ്റാൻ സാധിച്ചില്ല. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതിൽ ഏറ്റവും നന്നായിട്ട് എതിർത്ത പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അവരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നെഹ്റു ഒക്കെ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്നാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഭരണത്തിൽ മുസ്ലിം ലീഗ് കക്ഷി ചേർന്നിട്ടും അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തമുണ്ടായിരുന്നില്ല. ഒരു മന്ത്രിസ്ഥാനം പോലും മുസ്ലിം ലീഗിന് കിട്ടിയില്ല. പക്ഷെ പിന്നീട് പലരും ഇടപെട്ട് അവസാനം സ്പീക്കർ സ്ഥാനം കിട്ടി. KM CD സാഹിബിനാണ് സ്പീക്കർ സ്ഥാനം കിട്ടിയത്. അങ്ങനെ 1960 KM CD സാഹിബ് അന്നത്തെ നിയമസഭാ സ്പീക്കർ ആയിക്കൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആദ്യമായി ഭരണത്തിൽ പങ്കാളിയാവുന്നത്. അതേ വർഷം തന്നെ കേരള വഖഫ് ബോർഡ് രൂപീകരിക്കുകയും ചെയ്തു. മുസ്ലിങ്ങൾ പള്ളി മദ്രസയ്ക്ക് വേണ്ടി വഖഫായി നൽകുന്ന വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നതായിരുന്നു സത്യത്തിൽ വഖഫ് ബോർഡിൻ്റെ ഉദ്ദേശലക്ഷ്യം. അന്നത്തെ വഖഫ് സ്വത്തുക്കൾ എന്ന് പറയുന്നത് കേരളത്തിലെ 99% വരുന്ന സുന്നികളുടേതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വഖഫ് സ്വത്തുക്കൾ മുഴുവനും. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, വഖഫ് ബോർഡിൽ ഒരു സുന്നി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കേരളത്തിലുള്ള വഖഫ് സ്വത്തുക്കൾ മുഴുവൻ അത് സുന്നികളുടേതാണ്. എന്നാൽ സുന്നികളുടെ ഇതേ വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ രൂപീകരിച്ച വഖഫ് ബോർഡിൽ ഒരു സുന്നിയെയും ഉൾപ്പെടുത്തില്ല എന്ന് പറയുന്നത് അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അന്നത്തെ വഹാബികൾ തന്നെയാണ് അതിന് പിന്നിൽ കളിച്ചത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. അധികാരം കിട്ടിയപ്പോൾ തന്നെ വഹാബികൾ അവരുടെ ഹിഡൻ അജണ്ടകൾ അന്ന് നടപ്പിൽ വരുത്താൻ തുടങ്ങി. അതിൻ്റെ ഭാഗമാണ് അവർ വഖഫ് ബോർഡ് രൂപീകരിച്ചത്. അതിൻ്റെ തുടക്കം മാത്രമാണ് കേരള വഖഫ് ബോർഡ് രൂപീകരിച്ചതും അതിൽ സുന്നികളെ ഉൾപ്പെടുത്താത്തതും. നമുക്ക് സംസ്ഥയുടെ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങി വരാം. കാര്യവട്ടത്ത് നടന്ന 16ാം സമ്മേളനവും അതുപോലെ തന്നെ 1947 മീഞ്ചന്തയിൽ നടന്ന 17ാം സമ്മേളനവും അതിനൊക്കെ ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ 1948 എറണാകുളത്ത് വെച്ച് രോഗം ബാധിച്ച് വഫാത്താവുകയുണ്ടായി. പാങ്ങിൽ ഉസ്താദിന് ശേഷം വഹാബികളുടെ പേടി സ്വപ്നമായിരുന്നല്ലോ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ. അന്നത്തെ കാലത്ത് വഹാബികളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാനും അവർക്കെതിരെ ഖണ്ഡന പ്രഭാഷണങ്ങൾ നടത്താനുമൊക്കെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർക്ക് സാധിച്ചിരുന്നു. അദ്ദേഹം വിട പറഞ്ഞപ്പോൾ പാങ്ങിൽ ഉസ്താദ് വിട പറഞ്ഞതുപോലെ തന്നെ വഹാബികൾ വല്ലാതെ ആഹ്ലാദിച്ചു. ഇനി ഞങ്ങൾക്കെതിരെ പറയാൻ ആരുമില്ലല്ലോ എന്നുള്ള ഒരു ആഹ്ലാദമായിരുന്നു. പക്ഷെ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ഓച്ചിറ ഭാഗത്ത് ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വാഴക്കാടൻ മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മലബാറിലേക്ക് കടന്നു വന്നു. ആരെയും കൂസാത്ത പ്രകൃതക്കാരനായിരുന്ന നല്ല അറിവും പ്രഭാഷണ മികവുമുള്ള പതി ഉസ്താദ് വന്ന ഉടനെ തന്നെ നെടിയിരിപ്പിൽ വെച്ചൊരു സംവാദം നടക്കുകയുണ്ടായി. മുഹിയുദ്ദീൻ മാല ഷിർക്കാണ് എന്ന് വാദിച്ച അലവി മൗലവിയുമായിട്ടായിരുന്നു അന്ന് സംവാദം നടന്നിരുന്നത്. എന്നാൽ പതി ഉസ്താദിൻ്റെ ഖണ്ഡന പ്രഭാഷണം കഴിഞ്ഞപ്പോൾ തന്നെ അലവി മൗലവി പറഞ്ഞത് മുസ്ലിയാർ പറഞ്ഞ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ മുഹിയുദ്ദീൻ മാലയിൽ ഒരു ഷിർക്കുമില്ല എന്നായിരുന്നു. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പതി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഖണ്ഡന പ്രഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി. എല്ലായിടത്തു നിന്നും വഹാബികൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. പല സ്ഥലത്തു നിന്നും അവർ തോറ്റോടുന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ വിയോഗത്തിൽ വല്ലാതെ ആഹ്ലാദിച്ചിരുന്ന വഹാബികൾക്ക് പതി ഉസ്താദിൻ്റെ കടന്നുവരവ് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പതി ഉസ്താദിൻ്റെ ധീരത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ 1-2 സംഭവങ്ങൾ പറയേണ്ടത് അനിവാര്യമാണ്. ഞാനത് ബഹുമാനപ്പെട്ട MA ഉസ്താദിൻ്റെ സമസ്തയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ വായിക്കാം.
ഈ പുസ്തകത്തിലെ 199 പേജിൽ MA ഉസ്താദ് എഴുതി വെക്കുന്നുണ്ട്. മലബാറിൻ്റെ മുക്കുമൂലകളിൽ സഞ്ചരിച്ച് പതി ഉസ്താദ് വഹാബികളെ നേരിട്ടു. മഞ്ചേരി, മണ്ണാർക്കാട്, നിലമ്പൂർ, കോഴിക്കോട്, കണ്ണൂർ, പഴയങ്ങാടി, മുട്ടം, തലശ്ശേരി, കടവത്തൂർ, കാര്യവട്ടം മുതലായ സ്ഥലങ്ങളിൽ അദ്ദേഹം നടത്തിയ പടയോട്ടം പ്രസിദ്ധമായിരുന്നു. തിരൂരങ്ങാടി നൂറുൽ ഹുദ മദ്രസ സമ്മേളനം നടക്കുമ്പോഴുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാം. ഷെയ്ഖ് ആദം ഹസ്രത്തിൻ്റെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. ഉദ്ഘാടകനായിരുന്ന ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ തൻ്റെ പ്രസംഗത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവത്തിലാണ് മുസ്ലിങ്ങൾ അധപ്പതിച്ചതെന്നും മറ്റും പരാമർശിക്കുകയുണ്ടായി. അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പ് തന്നെ സദസ്സിലുണ്ടായിരുന്ന പതി ആ പ്രസംഗത്തിന് വായടപ്പൻ മറുപടിയായി കോരിത്തരിക്കുന്ന ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. മ്ലാനതയുടെ സ്ഥലം വിടുമ്പോൾ മുടിചൂടാമന്നനായിരുന്ന തങ്ങൾ ഭാരവാഹികളോട് പതിയെയും കൂട്ടി മമ്പുറം ചെല്ലാൻ നിർദ്ദേശിച്ചായിരുന്നു പോയത്. അടുത്ത ദിവസം തന്നെ ഭാരവാഹികളോടൊപ്പം മമ്പുറത്തെത്തി സിയാറത്ത് ചെയ്തു. ഖാൻ ബഹദൂർ തങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ ദേഷ്യഭാവത്തിൽ, നിങ്ങൾ മലബാറിൽ വന്ന മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാനൊരു ഭാവമെങ്കിൽ നിങ്ങളെ ഞാൻ പാഠം പഠിപ്പിക്കേണ്ടി വരും. അതിന് തെല്ലും കൂസാതെ പതി ഉസ്താദ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽക്കിൻ്റെ ദീൻ പറയാനാണ് ഞാൻ വന്നത്. എൻ്റെ രോമത്തിന് പോലും പോറലേൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ഉപ്പാപ്പ സയ്യിദ് അലവി ജിഫ്രി തങ്ങളടക്കം എന്നെ സഹായിക്കാനുണ്ടാവും. ആ സമയം അറ്റക്കോയ തങ്ങൾ കസരയിൽ നിന്ന് എഴുന്നേറ്റു പതി ഉസ്താദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തമാശയാണ് പറഞ്ഞത്, മുസ്ലിയാർ ക്ഷമിക്കണം. അതേ തുടർന്ന് KM മൗലവിയുമായി ഒരു വാദപ്രതിവാദത്തിന് തങ്ങൾ ശ്രമിക്കുകയും മൗലവി ഒഴിഞ്ഞു മാറുകയുമുണ്ടായതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അന്നത്തെ വലിയ പൗരപ്രമുഖനായിരുന്ന രാഷ്ട്രീയ നേതാവായിരുന്ന ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളോടാണ് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പതി ഉസ്താദ് ഇപ്രകാരം പറഞ്ഞത്. ആ ഒരു ചരിത്രം കേൾക്കുമ്പോൾ തന്നെ പതി ഉസ്താദിൻ്റെ ധീരത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സ്വന്തമായിട്ട് വാഹനവും സൗണ്ട് സെറ്റുമൊക്കെ ആയിട്ട് വഹാബികൾക്കെതിരെ ഖണ്ഡന പ്രസംഗം നടത്താൻ തെരുവോരങ്ങളിലൂടെ സഞ്ചരിക്കുന്നതായിരുന്നു പതി ഉസ്താദിൻ്റെ ഒരു പതിവ് രീതി. എവിടെയെങ്കിലും വഹാബികളുടെ പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തൻ്റെ വാഹനം എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. അവരുടെ പ്രസംഗം കഴിഞ്ഞ ഉടൻ അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ തൻ്റെ മൈക്ക് സെറ്റൊക്കെ ഓണാക്കിക്കൊണ്ട് വഹാബികളുടെ പ്രസംഗത്തിനെതിരെ മറുപടി പ്രസംഗം ആരംഭിക്കും. ഇത് പതി ഉസ്താദിൻ്റെ ഒരു രീതിയായിരുന്നു. അതിന് ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങേണ്ട ആവശ്യമില്ല, ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല. സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ടായിരുന്നു ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഉസ്താദ് നടത്തിയിരുന്നത്. അങ്ങനെ സത്യം പറഞ്ഞാൽ വഹാബികൾക്ക് എവിടെയും പരിപാടി വെക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കാരണം എവിടെയെങ്കിലും പരിപാടി വെച്ചാൽ ഉടനെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവിടെ എത്തും, പ്രഭാഷണത്തിന് മറുപടി നൽകും അതേ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ. എവിടെയും പരിപാടി നടത്താൻ പറ്റാത്തൊരവസ്ഥയായി വഹാബികൾക്ക്. MA ഉസ്താദ് മറ്റൊരു സംഭവം കൂടി വിവരിക്കുന്നുണ്ട്. പേജ് 200 ഒരു സംഭവം പറയുന്നുണ്ട്. കോഴിക്കോട് ഇടയങ്ങരയിൽ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി നെതുവത്ത് ഓഫീസിൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നതെന്ന് അറിഞ്ഞു സഹപ്രവർത്തകനോടൊപ്പം അവിടെ കയറി ചെന്നു. അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പണ്ഡിതന്മാർ തമ്മിൽ സംസാരിച്ചു. ഒരു വാദപ്രതിവാദത്തിന് മുജാഹിദുകൾ തൽക്കാലം സമ്മതിച്ചുവെങ്കിലും അത് സംബന്ധിച്ചു നോട്ടീസുകളും മറ്റുമായി തടയാനാണ് അവർ ശ്രമിച്ചത്. അവസാനം നിർബന്ധിത ഘട്ടം വന്നപ്പോൾ മൗലവി മാഹിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരിക്കൽ കണ്ണൂരിലേക്കുള്ള യാത്രക്കിടയിൽ തലശ്ശേരിയിൽ അരീക്കോട് അബ്ദുസ്സലാം മൗലവി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു പതി ഇറങ്ങിച്ചെല്ലുകയും അദ്ദേഹത്തെ കണ്ട മൗലവി നാവിടറി പ്രസംഗം നിർത്തി രക്ഷപ്പെടുകയും ചെയ്തു. കടവത്തൂരിൽ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് മൗലവിമാർ നോട്ടീസ് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് പാനായിക്കുളം അടക്കമുള്ള നേതാക്കളെയും കൂട്ടി അവിടെ ചെന്ന രസകരമായ ഒരു കഥയുണ്ട്. 10-12 പേർക്ക് മാത്രം ഇരിക്കാനുള്ള സ്റ്റേജായിരുന്നു അവർ ഒരുക്കിയിരുന്നത്. എന്നാൽ പാനായിക്കുളം അടക്കമുള്ളവരെ മസ്ജിദിലിരുത്തി പതിയും കസേരക്കു മതിയായ എണ്ണം പ്രവർത്തകരും സ്റ്റേജിൽ കയറി ഇരിക്കുകയുണ്ടായി. സുന്നി പണ്ഡിതന്മാർ സ്റ്റേജ് കയ്യേറിയെന്ന് മൗലവിമാർ മൈക്കിൽ കൂടി ആരോപണമുന്നയിച്ചു. ഈ ആരോപണത്തിന് പതിയുടെ തിരിച്ചടി ഇപ്രകാരമായിരുന്നു: സമസ്തയിലെ പണ്ഡിതരെയും എന്നെയുമാണവർ വെല്ലുവിളിച്ചത്. ആ സ്ഥിതിക്ക് സമസ്ത മുഷാവറയുടെ 40 ആലിമീങ്ങളടക്കം ഞങ്ങൾക്ക് തന്നെ 41 സീറ്റുകൾ തയ്യാറാക്കേണ്ടതാണ്. ഞങ്ങളുടെ നേതാക്കൾ മസ്ജിദിലിരിക്കുകയാണ്. അതോടെ ഉത്തരമുട്ടിയ വഹാബികൾ സമർത്ഥമായി രക്ഷപ്പെടുകയായിരുന്നു. പതി ആവേശോജ്വല പ്രസംഗത്തിലൂടെ ജനങ്ങളെ കാര്യം ധരിപ്പിച്ചപ്പോൾ ജനങ്ങൾ ക്ഷുഭിതരായി. പൊതുജനം മൗലവിമാരെ കയ്യേറ്റം ചെയ്യാതിരിക്കാൻ പതി തന്നെ ഇടപെടേണ്ടി വന്നു. മലപ്പുറം കുന്നിൽ ഖുതുബ പരിഭാഷക്കെതിരിൽ പതി പ്രസംഗിക്കാനെത്തിയ സംഭവവും എടുത്തു പറയേണ്ടതാണ്. വഹാബി മൗലവിമാരും സിൽബന്ദികളും സ്ഥലം DYSPയെ സമീപിച്ച് ജുമാ പ്രസംഗം മലയാളത്തിൽ നടത്തുന്നതിനെതിരെ വിജ്ഞാനമില്ലാത്ത ബഹുജനങ്ങളെ ഇളക്കിവിട്ടു കുഴപ്പമുണ്ടാക്കാനാണ് പതി ഉസ്താദിൻ്റെ പുറപ്പാട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. പതി സ്ഥലത്തെത്തിയപ്പോൾ DYSP വിളിച്ച് ഉപദേശിക്കുകയുണ്ടായി. ജുമുഅ പ്രസംഗം ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലല്ലേ വേണ്ടത്, എന്നാലല്ലേ അവർക്ക് മനസ്സിലാകൂ. അതിനെ എന്തുകൊണ്ടാണ് താങ്കൾ എതിർക്കുന്നത്? പതി തിരിച്ചു ചോദിച്ചു.
144 പാസ്സാക്കിയ സ്ഥലത്ത് ജനങ്ങൾ സംഘടിച്ച് ഒരു പ്രസംഗം നടത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? അത് നിയമലംഘനമായതുകൊണ്ട്. എന്നാൽ 144 പാസ്സാക്കിയ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ജുമാ ഖുതുബയും നിരോധിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താ? അത് ആരാധനയല്ലേ? പതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ ജുമാ ഖുതുബ സാധാരണ പ്രസംഗമല്ലെന്നും അത് ആരാധനയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായോ? അതോടെ ഉദ്യോഗസ്ഥർ പതിയുടെ കൈ പിടിച്ചു പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ അത്ര ചിന്തിച്ചില്ല. അപ്പോൾ ഇതാണ് പതി ഉസ്താദ്. ആരോടും മുഖത്ത് നോക്കി ധീരതയോടെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയും. പതി ഉസ്താദിനെ കാണുമ്പോൾ തന്നെ വഹാബികളുടെ മുട്ടുകാല് വിറക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിലും വഹാബികളുടെ നേരിടാനും അവരെ തറപറ്റിക്കാനും സമസ്തക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വരദാനം നൽകുന്നത്. അതിൽ പെട്ട ആളാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ്, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാറൊക്കെ. അത്തരത്തിലുള്ള ഓരോ പ്രതിഭാശാലികളായ ആളുകൾ വിട പറയുമ്പോഴും അടുത്ത പ്രതിഭ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് സമസ്തയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. പാങ്ങിൽ ഉസ്താദിന് ശേഷം റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ വന്നു. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർക്ക് ശേഷം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പോലത്തെ മഹാന്മാർ വന്നു. അങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രതിഭാശാലികളായ ആളുകളുടെ നീണ്ട നിര. സമസ്തയുടെ 18ാം സമ്മേളനം 1950 ഏപ്രിൽ 29, 30 തീയതികളിൽ വളാഞ്ചേരിയിൽ വെച്ചിട്ടാണ് 18ാം സമ്മേളനം നടക്കുന്നത്. 17ാം സമ്മേളനം 1947 നടന്നതിന് ശേഷം 3 വർഷം പിന്നെ സമ്മേളനങ്ങൾ നടന്നിട്ടില്ല. വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദായിരുന്നു 18ാം സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അതേ വർഷം തന്നെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഫെബ്രുവരി 14 RSSൻ്റെ ഒരു വിദ്യാർത്ഥി സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനി കേളപ്പൻ നായർ മുസ്ലിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ വഹാബികൾ കുത്തുബി ഉസ്താദിനെതിരെയും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്കുമെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇത് രണ്ടിനെതിരെയും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് 18ാം സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. അതേ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തന്നെ KP ഉസ്മാൻ സാഹിബിനെ ഓഫീസ് സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. 1950 ഡിസംബർ 12 1926 സമസ്ത സ്ഥാപിച്ചത് മുതലുള്ള പ്രഥമ സെക്രട്ടറിയായ PV മുഹമ്മദ് ഹാജി ഈ ലോകത്തോട് വിട പറഞ്ഞു.